ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെ മുകുന്ദൻ വിളിച്ചിരിക്കുകയാണ്. ഒരു ആക്സിഡൻറ്റ് കേസുണ്ട്, ഇനി പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞിട്ട് അരവിന്ദാക്ഷനെയും കൂട്ടിയിട്ട് മഞ്ജു ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. അപ്പോൾ മുകുന്ദനോട് ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേരൻസ് ഉണ്ട് കേട്ടോ, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മോള് എന്നാൽ ഈ അവസ്ഥയിൽ എത്തിയല്ലോ, ഇന്ന് രാവിലെയാണ് എൻ്റെ മോൾക്ക് ഈ അവസ്ഥ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ മഞ്ജു കാര്യങ്ങൾ തിരക്കണം. അപ്പോൾ മുകുന്ദൻ പറയണം ഇന്നലെ രാത്രി ആക്സിഡൻറ്റ് ഉണ്ടായതാണ്, അതിൻ്റെ CCTV ദൃശ്യം ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്, ഇതാ ഈ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വളരെ ലോങ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. ആ വണ്ടി ആ കുട്ടിയെ ഇടിച്ചിട്ടിട്ട് പിന്നീട് പിറകിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കാണുന്നത്. ഇത് കാണുന്ന മഞ്ജു ആകെ ഞെട്ടി പോകണം കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, സാറേ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അവളുടെ കൂട്ടുകാരിയെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ രക്തം ഒരുപാട് വാർന്നിരിക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ്, അമ്മമാരെ വെറുതെ വിടരുത് എന്നൊക്കെ പറയുമ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടറെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണം ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഞങ്ങളെക്കൊണ്ട് ഇനി കഴിയില്ല എന്ന് പറയുമ്പോൾ അവർ പൊട്ടി കരയാനിട്ട്. അപ്പോഴാണ് ആ കുട്ടിയെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇന്നലെ രാത്രി അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ട്, അവന്മാരൊന്നും വെറുതെ വിടരുത്, ആക്സിഡൻറ്റ് സംഭവിച്ച ഉടനെ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ കുഞ്ഞിനൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നുള്ള വാക്കുകളാണ് കേട്ടോ. അങ്ങനെ ആ അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ മഞ്ജുവിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല. മഞ്ജുവിൻ്റെ നെഞ്ച് വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങനെ മഞ്ജു പറയണം ഞാനൊരു അമ്മയാണ്, ആ അമ്മയുടെ വേദന എന്തെന്ന് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ പാടില്ല, അവന്മാരെ വെറുതെ വിടരുത് എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ അരവിന്ദാക്ഷൻ പറയും മോളെ എങ്ങനെ കണ്ടെത്താൻ കഴിയാനാണ്, ഈ ഒരു വിഷ്വൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല, വണ്ടിയുടെ നമ്പറൊന്നും വ്യക്തമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയണേ വ്യക്തമാണ്, ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ഒരു പക്ഷേ ഈ വണ്ടി ഇനിയിപ്പോൾ റിപ്പയറിനോ അതല്ലെങ്കിൽ പൊളിച്ചു കളയാനോ അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോൾ ശ്രമിക്കും. അത് ശ്രമിക്കുന്നതിന് മുന്നേ അവരെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവരെ പിടികൂടിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ ഇപ്പോഴാണ് നീ മാധവൻ്റെ മകളായതെന്ന് പറയാനിട്ടാ. അങ്ങനെ പിന്നീട് മഞ്ജു അങ്ങ് പോവുകയാണ്. പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് സഞ്ജയ് ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചും കൊണ്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ചാച്ചു പറയണേ എടാ നീ ഇത്ര ദുഷ്ടനാവരുത്, കാരണം എൻ്റെ പെങ്ങളാണ് ഈ പറയുന്ന ശാലിനി, അവളും നീയും ഒരച്ഛന് ഉണ്ടായ മക്കളാണ്, അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചാച്ചു എന്താ പറഞ്ഞു വരുന്നത്, ഈ പറയുന്നത് സത്യം തന്നെയാണ്, എനിക്ക് അവൾക്കൊരു വീഴ്ച സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്, കാരണം അവൾ എന്നെ എപ്പോഴും ഇട്ടുകൊടുത്തിട്ട് കുത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സഞ്ജയ് ചിരിക്കുന്ന സമയത്ത് ഇടത് ദുഷ്ട ഒരിക്കലും നിൻ്റെ അനിയത്തെക്കുറിച്ച് നീ ഇങ്ങനെ പറയാൻ പാടില്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗോപാൽജിയുടെ മക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ കഴിയുന്നതിൻ്റെ പരമാവധി ഇങ്ങനെ ചാച്ചു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സഞ്ജയ് പറയണേ എൻ്റെ ചാച്ചു ഒരു തരത്തിലും പേടിക്കണ്ട, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടിയാണ്, എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാനൊരു പാഴ്ജന്മമായി മാറരുത്, അതുകൊണ്ട് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ വന്നത്, അവളിപ്പോൾ വിളിക്കും, അവൾ വിളിച്ചാൽ അവൾ എവിടെയാണെന്ന് ചോദിക്കണം, ആ വണ്ടി പൊളിച്ച് കളയാനുള്ള ഏർപ്പാടും അതുപോലെ തന്നെ അവൾക്ക് വേറൊരു വണ്ടിയും ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്, അതും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറയട്ടെ. എന്താണ് നീ പറഞ്ഞത്? അതെ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ആക്സിഡൻറ്റ് നടന്ന ആ കുട്ടിയുടെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യം കഷ്ടമാണ്, ഇന്ന് രാവിലെ അത് മരിച്ചു എന്ന് പറയണേ. എന്താ നീ പറയുന്നത്, ആ കുട്ടി മരിച്ചു? എടാ ഇത് വലിയ പ്രശ്നമാവൂലേ എന്ന് പറയുമ്പോൾ അതാണ് അവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് സഹായിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത്, കാരണം ഷാലിനി എന്ന് പറയുന്നവൾ വിചാരിക്കുകയാണെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഇന്ന് രക്ഷിക്കായിരുന്നു, പക്ഷേ ഷാലിനി അത് വിചാരിച്ചില്ല, ഷാലിനി അവളുടെ ജീവരക്ഷ മാത്രം നോക്കി അവൾ ഓടി, അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇന്നലെ രാത്രി അപകടം പറ്റിയിട്ട് ഇന്ന് രാവിലെ എത്ര ആളുകൾ കണ്ടത്, അതുകൊണ്ട് തന്നെ രക്തം വാർന്ന കുട്ടി മരിച്ചു എന്ന് പറയണേട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന ചാച്ചു ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് ഷാലിനിയുടെ ഫോൺ കോൾ വരുന്നത്. എന്തായാലും ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിച്ചാൽ മതി എന്ന് സഞ്ജയ് ആവശ്യപ്പെടാൻ പറഞ്ഞതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കാനേട്ടാ. അപ്പോൾ ഈ സമയം ചാച്ചു എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന റോഡിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയണേ. ഇതേ സമയം എടി നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ സഞ്ജയ് പറയണേ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യും, നമ്മുടെ ടൈൽ കമ്പനിയില്ലേ അവിടോട്ട് നീ ചെല്ലുക, അവിടെ നിനക്കൊരു പുതിയ വണ്ടിയുണ്ട്, നിൻ്റെ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് നീ പോകണം, പിന്നീട് നിന്നെ ഈ എങ്ങനെ തിരഞ്ഞാലും കിട്ടാത്ത ആ സ്ഥലത്ത് നീ എത്തിപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരി നീ എനിക്ക് ചെയ്തു തരുന്ന ഉപകാരം അതെ, നിൻ്റെ ഒരു താങ്ക്സിന് നന്ദിക്കൊന്നും വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്, അച്ഛനെ ഓർത്ത് മാത്രം, അച്ഛൻ എന്നോട് ചോദിക്കില്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ
പിന്നീട് ചാച്ചുവിനോട് പറയണം സഞ്ജയ്, ഇനി ചാച്ചുവാണ് അടുത്ത റോള് ചെയ്യേണ്ടത്. ഈ പറയുന്ന ടൈൽ കമ്പനിയിൽ പോയി ആ വണ്ടി എടുത്ത് നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ കൊണ്ടു കൊടുക്കണം. അവന്മാരോട് തച്ച് കൂട്ടി തകർത്തിടാൻ വേണ്ടി പറയും വണ്ടി എന്ന് പറയാനായിട്ട്. അപ്പോൾ അത് കേട്ടോടെ തന്നെ ശരി ഞാൻ പറഞ്ഞേക്കാമെന്ന് ചാച്ചു പറയുന്നുണ്ടെങ്കിൽ എന്നാലും എന്നെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തെങ്കിൽ ചാച്ചു ഇനി റിസ്ക് ഏറ്റെടുക്കണം. കാരണം ഗോപാൽജിയുടെ കുടുംബത്തെ രക്ഷിക്കാനല്ലേ ചാച്ചുവും ചെയ്യുന്നതെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് മുകുന്ദൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന മഞ്ജുവിനെയും കൂട്ടി കാര്യങ്ങളൊക്കെ ഗിരിക്ക് മുന്നിൽ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഗിരി ഇത് കേട്ട് ആകെ അതിശയപ്പെട്ടു പോവാണ്. ഈശ്വര, മഞ്ജു നിനക്ക് എന്ത് സഹായമാണ് എന്നിൽ നിന്നും വേണ്ടത്? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയിട്ട് ദ്രോഹിച്ച ആരാണെങ്കിലും അവന്മാരെ വെറുതെ വിടരുത്. ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് പോയിരിക്കുന്നത്. അവർ പാവപ്പെട്ടവരാണെന്ന് കരുതി അവർക്ക് ആരില്ല എന്നുള്ള തോന്നലുണ്ടാവാൻ പാടില്ല. എന്താ മഞ്ജു ഞാൻ സഹായമായി ചെയ്യേണ്ടത്? ആ ചെയ്ത ആ ആളെ കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയണേ, ഗിരിയേട്ടൻ ഈ പറയുന്ന ആക്സിഡൻറ്റ് നടന്ന ഈ CCTVയിൽ ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുന്ന മുകുന്ദൻ പറഞ്ഞു, ശരിയാണ്, കണ്ടെത്താൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് മുന്നിൽ എന്ത് വഴിയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് വഴിയുണ്ട്, ഞാൻ പറയാമെന്ന് മഞ്ജു പറയാനുണ്ട്. അപ്പോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ വണ്ടി ഇപ്പോൾ നേരാക്കാൻ എവിടെയെങ്കിലും കൊടുന്നിടും. അങ്ങനെ സ്ക്രാപ്പ് വിലക്ക് വെക്കുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ തകർത്ത് കളയുകയോ അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോൾ ചെയ്യും. അത് ചെയ്യുന്ന കടകൾ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണേ, എൻ്റെ കണ്ണിൽ കാണാത്ത കടകളില്ല, ഞാൻ അറിയാത്ത ഒരു കടയില്ല. സ്ക്രാപ്പ് വിലക്ക് ചെയ്യുന്ന കടകളെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എനിക്കത് കണ്ടെത്താൻ കഴിയും. ആരാണ് അങ്ങനെ ഒരു വണ്ടിയായിട്ട് വരുന്നത് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തോളാം എന്ന് പറയാനായിട്ടാണ്. അങ്ങനെ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജുവിന് വല്ലാത്തൊരു ആത്മധൈര്യം കൂടുകയാണ്. അങ്ങനെ മഞ്ജു പൊട്ടി കരയണം. എന്നാലും അമ്മയുടെ മാനസികാവസ്ഥ കണ്ടു എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ഗിരിയേട്ടാ. അത് കേൾക്കുന്ന മുകുന്ദൻ പറയണം, മഞ്ജു നീ ഇങ്ങനെ കരയാതെ. അപ്പോൾ ഉടനെ ഞാനൊരു അമ്മയാണ്, ആ അമ്മയ്ക്ക് അറിയുള്ളൂ. ഒരമ്മയ്ക്കാണ് ഒരു മകളുടെ വേദന എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം ഒരു വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അയാളിങ്ങനെ വണ്ടി നേരാക്കുന്ന സമയത്താണ് അവിടെ ചാച്ചു വണ്ടിയുമായി ഇറങ്ങി വരുന്നത്. അങ്ങനെ ചാച്ചു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓടി വന്നിട്ട് പറയണത്, അതെ ഈ വണ്ടി ഒന്ന് പൊളിച്ച് കളയണമെന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ട ഉടനെ മാഡം അത് പിന്നെ എന്ന് പറയുമ്പോൾ ചോദ്യവും പറിച്ചിലൊന്നും വേണ്ട, ഇത് പൊളിച്ച് കളയാൻ തനിക്ക് വേണ്ട ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ശരി മാഡം എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം മൊത്തത്തിൽ അങ്ങ് അവരെ അടിമുടി നോക്കുന്നുണ്ട്. അപ്പോൾ ചാച്ചു വല്ലാതെ പതറുന്നുണ്ട്. ചാച്ചുവിന് വല്ലാത്തൊരു പേടി വരികയാണ്. അപ്പോൾ അത് പൊളിച്ച് കളയാനുള്ള ആ ഏർപ്പാട് ഇങ്ങനെ അവർ തുടങ്ങുകയാണ്. അപ്പോഴാണ് പോലീസ് ജീപ്പ് അവിടെ എത്തണം. അപ്പോൾ ചാച്ചു പറയുന്നുണ്ട്, ഇത് നിങ്ങൾ പൊളിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് കൺമുന്നിൽ നിന്ന് കാണണം, ഞാനൊന്ന് സൈഡിലോട്ട് നിൽക്കാമെന്ന് പറയുമ്പോഴായിട്ട് ചാച്ചുവിൻ്റെ കണ്ണിൽ ഈ പോലീസ് ജീപ്പ് കാണുന്നത്. പിന്നീട് ചാച്ചു അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. ഇതേ സമയം ഇവർ ഈ പൊളിച്ച് കളയുന്ന വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ സൈഡിലായി ചോരപ്പാടുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ അത് കാണുന്ന ഈ പറയുന്ന മഞ്ജുവാണ് അത് കാണുന്നത്. അപ്പോൾ മഞ്ജു ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്താടാ ഈ വണ്ടി എന്താണെന്ന് ചോദിക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ ഇവിടെ കിടക്കുന്നത് കണ്ടതാണ്, അപ്പോൾ ഞങ്ങൾ ഇതിന് എന്താ കേടെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഈ വണ്ടി പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ നോക്കി. ഇതിൽ കാണുന്ന ചോരപ്പാട് ഫോറൻസിക് അയച്ചു കൊടുക്ക്, എന്തായാലും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷനോട് മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ പിറകിലുള്ളവരെ കണ്ടെത്തണമെന്ന് അരവിന്ദാക്ഷനോട് പറയുമ്പോൾ അരവിന്ദാക്ഷൻ പറയണേ, ഇനി പേടിക്കാനൊന്നുമില്ല, ഇതിൻ്റെ പിറകിലുള്ള ആളുകളെ കണ്ടെത്താൻ സിമ്പിളാണ് എന്ന് അരവിന്ദാക്ഷനും പറയുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ശാലിനിയെ കണ്ടെത്തും. അപ്പോൾ എന്തായാലും മാധവൻ്റെ മകൾക്ക് ഇപ്പോഴാണ് ഒരു ആത്മധൈര്യമൊക്കെ വന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശാലിനിയെ കണ്ടെത്തി ലോക്കപ്പിലിടുകയും ചെയ്യും. അങ്ങനെയാണ് ഇനി ഗോപാൽജി വരുന്നത്. ഗോപാൽജി ഗിരിയുടെ വീട്ടിലോട്ടാണ് നേരെ പോകുന്നത് കേട്ടോ.